ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. മാർച്ച് മാസം 21-ാം തീയതിയാണ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 10ഓളം റിലീസുകളാണ് ഇന്നത്തെ OTT റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ച് പേര് കമന്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ എന്നുള്ളത് കുറച്ച് സ്പീഡ് കൂടുതലാണ്, ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡ് കൂടുതലാണെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പീഡ് കുറയ്ക്കണം വേണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റുകൾ പറഞ്ഞ് തീർക്കുക എന്നുള്ളതാണ്. കൂടുതൽ ലെങ്ത് ആക്കണ്ട എന്നുള്ളതിലാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. അപ്പം സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത് നോക്കാം. 10ഓളം റിലീസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ധനുഷ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു കമ്മിങ് ഏജ് ഓഫ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ, കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറയുന്ന സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റാഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിജിറ്റൽ റിലീസാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിലൊക്കെ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഇതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ത്രില്ലർ മൂവിയാണ്. ക്ലീനർ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയും ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത ഒരു സീരീസ് ആണ്. കന്നഡ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തുള്ള സീരീസ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലൊക്കെ ഈ സിനിമ, മലയാള ഭാഷകളിലൊക്കെ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. കാക്കി ദ ബംഗാൾ ചാപ്റ്റർ എന്നാണ് സീരീസിന്റെ പേര്. ഹിന്ദി ഈ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമ സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ്, തെലുങ്ക് ഭാഷകളൊക്കെ കമ്മിങ് സൂൺ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. എന്തായാലും അടുത്ത ആഴ്ചകളിൽ ഈ സീരീസിന്റെ ഡബിൾ വേർഷൻ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ഡ്രാമ കോമഡി ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബേബി ആൻഡ് ബേബി എന്ന സിനിമ. സത്യരാജ്, ജയ്, യോഗി ബാബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഈ ഒരു സിനിമ സൺനെക്സ് OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു മലയാളം ഡബ്ഡ് സീരീസ് ആണ്. ആദി ശങ്കരാചാര്യാണ് സീരീസിന്റെ പേര് വരുന്നത്. മനോരമ മാക്സിൽ ഈ ഒരു സീരീസ് 10 എപ്പിസോഡുകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പ്രിസൺസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് VR OTT പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ പ്രൈം വീഡിയോ ചാനലിലും ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. പ്രദീപ് രംഗനാഥൻ പ്രധാന വേഷം കൈകാര്യം ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി, അതായത് മാർച്ച് മാസം 21-ാം തീയതി റിലീസ് ചെയ്തായിട്ടുള്ളത്. ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.